ഗൾഫ് നാടുകളിലടക്കം തൊഴിൽ രംഗത്ത് പഴയ സ്ഥിതിയല്ല ഇന്നുള്ളത്. പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ് ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവിടുത്തെ തൊഴിലുകൾക്ക് വേണ്ടി ശക്തമായി മത്സരരംഗത്തുണ്ട്. അത്തരമൊരു മത്സരം നടക്കുമ്പോൾ ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികളെ അവിടെ തൊഴിലിനായി എടുക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിലും മലയാളികൾക്ക് അവിടെ പരിഗണന ലഭിക്കുന്നെങ്കിൽ അതിനു പിന്നിൽ ദീർഘകാലം വിശ്വസ്തയോടെ ആ നാടുകളെ സേവിച്ച രവിപ്പിള്ളയെപ്പോലുള്ളവരുണ്ടാക്കിയ ഗുഡ്വിൽ പ്രധാന സ്വാധീന ശക്തിയാണ്. രവിപ്പിള്ളയെപ്പോലുള്ളവർ അവിടെ ഉയർന്നു നിൽക്കുന്നത് ആ നാടിനും നമ്മുടെ നാടിനും ഒരേപോലെ പ്രയോജനം ചെയ്യുന്നു. അന്യജീവനം ഉതകി സ്വജീവിതം ധന്യമാക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് തന്നെയാണ്. രവിപ്പിള്ളക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഗുഡ്വില്ലിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബഹ്റിൻ രാജാവ് അദ്ദേഹത്തിന് സമ്മാനിച്ച മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് എന്ന അവാർഡ്. ഇതാദ്യമായാണ് ഒരു വിദേശ വ്യവസായിക്ക് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ബഹ്റിൻ നൽകുന്നത്. വ്യത്യസ്ത മേഖലകളിൽ ബഹ്റിൻ്റെ വികസനത്തിനു വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ മുൻനിർത്തിയാണ് ഈ അവാർഡ് നൽകപ്പെട്ടിരിക്കുന്നത്. അതാകട്ടെ നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ് താനും. വലിയ ജീവിത വിജയം കൈവരിക്കുമ്പോഴും അത് തന്നോടൊപ്പമുള്ള തൊഴിലാളികളുടെ വിജയമാണെന്നാണ് പലപ്പോഴും രവിപ്പിള്ള പറഞ്ഞിട്ടുള്ളത്. സന്തോഷമുള്ള തൊഴിലാളികളാണ് ഏറ്റവും മികച്ച ഉൽപ്പാദനക്ഷമതയുള്ളവർ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി ക്ഷേമത്തിൽ വലിയ പ്രാധാന്യമാണ് അദ്ദേഹം തൻ്റെ കമ്പനിയിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല തൊഴിലാളികളും പതിറ്റാണ്ടുകളോളം അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുന്നത്. രവിപ്പിള്ളയുടെ ജീവകാരുണ്യപരമായ കരുതലിന് നിദർശനമാണ് അദ്ദേഹത്തിൻ്റെ RP ഫൗണ്ടേഷൻ. അതിലൂടെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സഹായവും ചികിത്സാ സഹായവും വിവാഹ സഹായവും ഒക്കെ നൽകുന്നുണ്ട്. ഭൂകമ്പം, സുനാമി ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പല രാജ്യങ്ങളിലേക്കും സഹായമെത്തിക്കാനും RP ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ നന്മ വലിയ തോതിൽ നമ്മുടെ കേരളവും അനുഭവിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി രവിപ്പിള്ള തൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. ദരിദ്രരെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ സേവന മനോഭാവം തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും ഇത്തരത്തിലുള്ള ആദരവുകൾക്ക് യോഗ്യനാക്കുന്നതും. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിഷമം അനുഭവിച്ചിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം സഹായഹസ്തവുമായി ഓടിയെത്താൻ ഒരു മടിയും രവിപ്പിള്ള കാണിച്ചിട്ടില്ല. ഇവിടെ വ്യവസായ സൗഹൃദമല്ല എന്ന് വരുത്തി തീർക്കാൻ സ്ഥാപിത താൽപ്പര്യക്കാർ, കുപ്രജനങ്ങൾ അഴിച്ചുവിട്ട ഘട്ടത്തിലെല്ലാം അദ്ദേഹം സ്വന്തം അനുഭവം ഉദ്ധരിച്ചുകൊണ്ട് വസ്തുതകൾ മറിച്ചാണെന്ന് സ്ഥാപിച്ചിട്ടുമുണ്ട്. നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ കേരളവുമായി ഔദ്യോഗികമായി ബന്ധിപ്പിക്കുകയും അവരുടെ ആശയങ്ങളെ കേരളത്തിൻ്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ലോക കേരള സഭയുടെ നടത്തിപ്പിൽ വലിയ സഹായമാണ് രവിപ്പിള്ളയിൽ നിന്നും ലഭിക്കുന്നത്. അവയ്ക്കെല്ലാം നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. രവിപ്പിള്ളയെ അദ്ദേഹത്തിന് ലഭിച്ച അത്യപൂർവമായ ഈ ആദരവിൽ അനുമോദിച്ചുകൊണ്ടും അതിലുള്ള കേരളത്തിൻ്റെ ആഹ്ലാദാഭിമാനങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ഈ സ്നേഹസംഗമം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ
സ്നേഹാഭിവാദനം.